ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞങ്ങൾ സൂപ്പെല്ലാം തയ്യാറാക്കി കടയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങൾ 3 പേരും കൂടി 2-3 ട്രിപ്പായിട്ട് സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു മുട്ടക്കടയുണ്ട്. ആ കടയിൽ നിന്ന് ഞാനിപ്പോൾ ഇന്ന് ഒരു ട്രേ മുട്ട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് മുട്ട ഇരിപ്പുണ്ടായിരുന്നു. ആ മുട്ട എടുത്ത് ഞങ്ങൾ കടയിലെത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ടാർപ്പോ കിട്ടുന്നതാണ്. ടാർപ്പോ വലിച്ച് കെട്ടിയതിന് ശേഷമാണ് ബാക്കി കൂടെയും എല്ലാം നൂത്ത് വെച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഞാൻ എൻ്റെ സെക്ഷൻ എല്ലാം അടുക്കി ഒതുക്കി ബാക്കി എല്ലാം സെറ്റാക്കി വെക്കും. അപ്പോൾ ആ സമയത്ത് ചാച്ച സൂപ്പിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കും. അടുപ്പ് കനലാക്കി വെച്ചതിന് ശേഷം അതാദ്യം സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ എല്ലാം ടേബിളൊക്കെ എല്ലാം നല്ല വൃത്തിയാക്കി പാത്രങ്ങളും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സമയത്ത് ജോർദാൻ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നോളും. എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് മോൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇന്ന് അവന് ട്യൂഷൻ ഇല്ലാത്ത ദിവസമായിരുന്നു. ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ അവനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കടയിലേക്ക് വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കച്ചവടം തുടങ്ങി. മട്ടൻ സൂപ്പിനാണ് ആദ്യത്തെ കസ്റ്റമർ വന്നേക്കുന്നത്. ഞങ്ങളുടെ മിക്ക വൈകുന്നേരങ്ങളും ഈ കടയിൽ തന്നെയാണ്, അതായത് ഞായറാഴ്ച ഒഴികെ. അപ്പോൾ കസ്റ്റമർ ഒന്നും വരാത്തപ്പോഴത്തേക്ക് ആൾ കുറവായിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ റോഡിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി പോകുമ്പോൾ വിചാരിക്കും തൊട്ടടുത്താണെന്നാണ്. അല്ല, ഞങ്ങൾ ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോൻ്റെ സ്കൂൾ ഇതാ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് കാണിച്ചു തരുന്നത്. കടയും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ മോനൊന്ന് ട്യൂഷൻ ഇല്ലാത്തൊരു ദിവസമാണ്. ട്യൂഷൻ ഉണ്ടെങ്കിൽ അവനെ 4 മണിയാകുമ്പോൾ തന്നെ ട്യൂഷന് കൊണ്ടാക്കും. അത് കഴിഞ്ഞ് ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. ജോർദാൻ്റെ പാട്ട് പ്രാക്ടീസൊക്കെ ചില സമയങ്ങളിൽ ഈ സമയത്താണ് നടക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ബാക്കി വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്